ജപാകുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോഗ്നം സർവപാപഘ്നം ഭാസ്കരം പ്രണമാമ്യഹം. ഇരുട്ടിനെ, അന്ധകാരത്തെ അകറ്റുന്നു, സർവപാപങ്ങളെയും അകറ്റുന്നു ആ ഭാസ്കരനെ, സൂര്യഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, നവഗ്രഹത്തിൽ ജപാകുസുമ സങ്കാശം എന്ന ഈ ആദ്യത്തെ ശ്ലോകം ആദ്യത്തിൻ്റെ പ്രാർത്ഥന ശ്ലോകമാകുന്നു. ഇവിടെ നാം ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം സൂര്യൻ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. മിഥുന മാസത്തിൽ നിന്നും മിഥുനം 32-ാം തീയതി 32 ദിവസം കഴിഞ്ഞ് കർക്കിടകത്തിലേക്ക് സൂര്യൻ പ്രവേശിക്കുകയാണ്. ഈ കർക്കിടകത്തിൽ നിൽക്കുന്ന സൂര്യൻ എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ സൂര്യൻ 1201 മിഥുനമാസം 32-ാം തീയതി വ്യാഴാഴ്ച, അതായത് 2026 ജൂലൈ മാസം 16-ാം തീയതി രാത്രി 11:40 കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ കർക്കിടകത്തിൽ സൂര്യൻ പ്രവേശിക്കുമ്പോൾ സൂര്യൻ്റെ ആശ്രയഫലം വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് ഭാനോ കുളീരേ തീഷ്ണോസ്വഹ പരകാര്യകൃത് ശ്രമപഥ ക്ലേശൈശ്ച സംയുജ്യതേ. കുളീരേ, കർക്കിടകത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ തീഷ്ണ, താൻ തീഷ്ണ സ്വഭാവം പ്രകടിപ്പിക്കും. അസ്വഹ നാസ്തി സ്വം യസ്യ സഹ, ധനമില്ലാത്ത അവസ്ഥ, സാമ്പത്തിക വിഷയത്തിലേക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, വിത്തം കുറയുക, ശ്രമവധ ക്ലേശൈഹി സംയുജ്യത, വളരെയധികം ശ്രമം, യജ്ഞങ്ങൾ, വധക്ലേശങ്ങൾ, ഇതൊക്കെ തന്നെ കർക്കിടകത്തിലെ സൂര്യൻ പ്രദാനം ചെയ്യും. നല്ലൊരു ഫലമാണോ? നല്ല ഫലമല്ല. ഇവിടെ നാം ശ്രദ്ധിക്കണം, സൂര്യൻ ഉത്തരായനം കഴിഞ്ഞ് ദക്ഷിണായനത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഉത്തരായണത്തിലെ സൂര്യൻ ബലവാനാണ്. മകരം മുതൽ മിഥുനം വരെയുള്ള 6 മാസങ്ങളാണ് ഉത്തരായന മാസം. കർക്കിടകം മുതൽ ധനു വരെയുള്ള 6 മാസങ്ങളാണ് ദക്ഷിണായന മാസം. ദക്ഷിണായനത്തിൽ സൂര്യൻ ദുർബലമാണ്. ഈ കർക്കിടക മാസത്തിലാണ് അങ്ങേയറ്റം വറുതിയുടെ, ക്ലേശങ്ങളുടെ, പ്രയാസങ്ങളുടെയൊക്കെ കർക്കിടക മാസ പിറവി. നാം പിതൃകർമ്മം അനുഷ്ഠിക്കുന്ന ഏറ്റവും മഹത്തായ പിതൃക്കളെ സന്തോഷിപ്പിച്ച് അവരെ സ്വർഗലോകത്തിലേക്ക് അയക്കുന്ന മാസമാണ് കർക്കിടക മാസം. അപ്രകാരം തന്നെ വറുതിയുടെ മാസമാണ്. ധാരാളം ക്ലേശങ്ങളും പ്രശ്നങ്ങളും കർക്കിടക മാസത്തിൽ സംഭാവ്യമാണ്. അതിനാൽ സൂര്യൻ്റെ കർക്കിടക രാശിയിലുള്ള ആശ്രയഫലം ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്ന അത്ര ഗുണമല്ല. അനാവശ്യമായ വീറും വൈരാഗ്യവും വാശിയുമൊക്കെ പ്രകടിപ്പിക്കുക, തനിക്ക് യാതൊരു പരിചയവുമില്ലാത്ത കഠിനാധ്വാനത്തിലേക്ക് പ്രവേശിച്ച് അതിലൂടെ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ അനുഭവിക്കുക, ധനപരമായ വിഷയത്തിൽ അപൂർണത ഉണ്ടാവുക, ഇതൊക്കെ സംഭവിക്കുന്ന മാസമാണ് കർക്കിടക മാസം. അതിനാൽ വളരെ ജാഗ്രത ഈ കർക്കിടക മാസക്കാലം പുലർത്തേണ്ടിയിരിക്കുന്നു എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ. നാം മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ഈ കർക്കിടക മാസത്തിലുള്ള ശുഭാശുഭ ഫലങ്ങളെ ചർച്ച ചെയ്യുന്നു. നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാരുടെ ഫലങ്ങൾ ശ്രദ്ധിക്കാം. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക ചോതി, വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ തുലാൻ രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് അവരുടെ 11-ാം ഭാവാധിപനാണ്, അവരുടെ ലാഭാധിപനാണ്. നിൽക്കുന്നതോ 10-ാം ഭാവത്തിൽ. കർക്കിടകം തുലാൻ രാശിയെ സംബന്ധിച്ചോളം അവരുടെ 10-ാം ഭാവമാകുന്നു. നല്ലൊരു ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. 10-ാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയ്ക്കും പ്രത്യേക ബലമാണ്. ദണ്ഡനാഥോ കുജാർക്കോ, കയ്യിൽ വടി പിടിച്ചിരിക്കുന്നു എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അധികാരത്തെ സൂചിപ്പിക്കുന്നു വടി. അതിനാൽ കർമ്മമേഖലയിൽ ഒരു നല്ലൊരു അധ്യായം തീർക്കുവാൻ ഈ സൂര്യൻ വളരെയധികം സഹായകരമാകും തുലാൻ രാശിക്കാർക്ക്. സ്വതവേ തുലാൻ രാശിക്കാർക്ക് ഇപ്പോൾ ചാരവശാൽ വ്യാഴം മൗഢ്യമുണ്ടെങ്കിലും സൂര്യനും വ്യാഴവും ഒന്നിച്ച് 10-ാം ഭാവത്തിൽ നിൽക്കുന്നു. 9-ാം ഭാവത്തിൽ ബുധനുണ്ട്. എന്തുകൊണ്ടും നല്ലതാണ്. അതിനാൽ ഈ ഒരു മാസക്കാലം തുലാൻ രാശിക്കാരെ സംബന്ധിച്ചാൽ വളരെ അനുകൂലമാണ്. 2 വീലർ ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക. വാഹനാപകടത്തിന് സാധ്യത കൂടുതലാണ്. അമ്മയുടെ സഹോദരിമാർക്കൊക്കെ തന്നെ
രോഗാദി അരിഷ്ടകൾ വരും. വളരെ അനുകൂലമായ ഫലമാണ്. ചമത്കാരി എന്താണെങ്കിലും പറഞ്ഞിരിക്കുന്നത്. പ്രയാതോംശുമാനസ്യ മേഷൂരനസ്യ ശ്രമസിദ്ധിതോ രാജതുല്യോ നരസ്യ. 10ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ പ്രയാതഃ അംശുമാൻ, സൂര്യൻ കിരണമുള്ളവൻ, കിരണരശ്മിയുള്ളവൻ. പ്രയാതഃ എവിടെ? യസ്യ മേഷൂരനെ കർമ്മഭാവത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് രാജതുല്യ നരഹ ഭവതി. അയാൾ രാജാവിന് തുല്യനായ ആളാകുന്നു. അധികാരം പദവിയൊക്കെ ലഭിക്കുന്നു. ജനന്യാസ്ഥത യാതനം ആദനവും. അമ്മയ്ക്ക് രോഗാദി അരിഷ്ടകൾ വരും. കാരണം സൂര്യൻ നോക്കുന്നത് 4ാം ഭാവത്തിലാണ്. വളരെയധികം ജലത്തിന് ശ്രദ്ധിക്കണം. ഈ മഴക്കാലത്ത് വെള്ളത്തിൽ വീഴാൻ സാധ്യത വളരെ കൂടുതലാണ്. ജലാശയങ്ങൾ, കിണർ, കുളം അല്ലെങ്കിൽ കുളിക്കാൻ പോകുമ്പോൾ നദികളിൽ മുങ്ങിപ്പോവുക, ഇതൊക്കെ സംഭവിക്കും. ആഴത്തിലേക്ക് പോവുക, അഗാധതയിലേക്ക് വീണു പോവുക. തുലാരാശിക്കാർ വളരെ ശ്രദ്ധിക്കണം. ബോട്ട് അപകടങ്ങൾ, തോണി അപകടങ്ങൾ ഉണ്ടാവുക. ക്ലമസ് സംഭവേത് വല്ലഭേഹി വിപ്രയോഗ. വളരെയധികം കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. വല്ലഭേഹി വിപ്രയോഗ. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുമായി, വല്ലഭന്മാരുമായി, സുഹൃത്തുക്കളുമായി വിപ്രയോഗം, പിരിഞ്ഞിരിക്കുന്ന അവസ്ഥ വരും. ഇവിടെ വല്ലഭ എന്ന അർത്ഥം എടുക്കുകയാണെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ടവളുമായി വിയോഗമുണ്ടാകാം എന്നർത്ഥവും എടുക്കാം. ഏതായാലും വളരെ അനുകൂലമായ ഒരു സമയമാണ് തുലാൻ രാശിക്കാർക്ക് ഈ ഒരു മാസക്കാലം എന്നറിയുക. എല്ലാവിധ നന്മകളും.